റഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജീവിതത്തിലെ അതിയായ ഒരാഗ്രഹം പൂവണിഞ്ഞ ദിവസമാണ്. പരിശുദ്ധമായ ഹറം ഷരീഫിനെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ഒരു ആകാശ വീക്ഷണത്തിനായി ക്ലോക്ക് ടവറിൽ കയറി കാണാനുള്ളൊരു ആഗ്രഹം അത് എൻ്റെ മനസ്സിലിങ്ങനെ നാമ്പെടുത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ എന്തൊരു ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച പോലെ വൈദ്യം കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്ത് കുട്ടിമാൻ 2-3 ദിവസമായി വിളിക്കുന്നു. കൊണ്ടോട്ടിക്കാരനായ അൻവർ ഇവിടെ ജോലിക്കാരൻ കൂടിയാണ്. സംഗതി എളുപ്പമായി. ഇന്നത്തെ ദിവസം മറക്കില്ല. വല്ലാത്തൊരു കൗതുകം. പരിശുദ്ധമായ ഹറം ഷരീഫിനെ ഇങ്ങനെ ഇരുന്ന് ഒറ്റ ഇരിപ്പിൽ ഉയരത്തിൽ ക്ലോക്ക് ടവർ തൊട്ടടുത്താണ്. ക്ലോക്ക് ഇതാ കാണുന്നു എൻ്റെ തലക്ക് മുകളിൽ. പരിശുദ്ധമായ ഹറം കാണാണ്. ബാബുസലാം, സോഫ മർവ, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ ജബൽ ഖുബൈസ്, ഇതെല്ലാം അതിലപ്പുറമാണ് പരിശുദ്ധമായ കായബാലയത്തിൻ്റെ കാഴ്ച. നമ്മളെ ഹജറുൽ അസ്വദ്, കായബയുടെ വാതിൽ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റുക്കുനുൽ യമാനി, ഇങ്ങനെ കുറേ മൂലകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. റുക്കുനുൽ ഷാം, ഇതൊക്കെ അത് ഇതിൻ്റെ അപ്പുറം ആ മുകൾ ഭാഗം, കാബയുടെ മുകൾ ഭാഗം കാണുക എന്നുള്ളതൊരു കൗതുകം പറയാൻ. മാഷാ അല്ലാഹ്, ഇന്നത് സാധിച്ചു. പിന്നെ തവാഫ് അങ്ങനെ കാണുകയാണ്. ഈ ആകാശത്തിരുന്നു കൊണ്ട് എന്ന് പറയുന്നത് പോലെ അവിടെ ഇങ്ങനെ ആളുകൾ, വിശ്വാസികൾ തവാഫ് ചെയ്യുന്നു. വീൽ ചെയർ തവാഫ് ഒരു ഭാഗത്തുണ്ടെന്ന് എനിക്കറിയാം. മുകൾ ഭാഗത്ത് തവാഫിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ട് അറിയുന്നൊരു കൗതുകം കൂടി, ബസ്സുകളിൽ വിശ്വാസികൾ തവാഫ് ചെയ്യുന്ന രംഗം. ഈ മിനാരത്തിൻ്റെ തൊട്ട് പിറകിലായി റോഡ് കാണുന്നുണ്ടാവും. ആ റോഡിലൂടെ പോകുന്ന ബസ്സുകൾ തവാഫ് ചെയ്യുന്നതാണ് ഇവിടെ ഇരുന്ന് കാണുന്ന കാഴ്ച. പ്രിയപ്പെട്ട അൻവർ കൊണ്ടോട്ടി ആണ് അതിൻ്റെ വിവരം എനിക്ക് നൽകിയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു സംഭവം ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്നെല്ലാം കാണാം. ഹറമിൻ്റെ ഭാഗങ്ങളെല്ലാം മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മലയാളികൾക്ക് ഏറെ അഭിമാനം, പ്രിയപ്പെട്ട ഖായിദുൽ ഖൗമിൻ്റെ നേതാവ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഹല്ല തൊട്ട് അങ്ങനെ എന്താ പറയുക, ജബൽ എന്താ പറയുക, ത്വരീഖുൽ ഹിജ്ർ, ആ മലകൾ അങ്ങനെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ സ്ഥലങ്ങൾ, ജബലുൻ നൂർ, മാഷാ അല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആദ്യമായി ഇറങ്ങിയ പരിശുദ്ധമായ ജബലുൻ നൂർ, അതെല്ലാം കാണാണ്. ഇവിടെ രാജാവിൻ്റെ കൊട്ടാരം, ഹെലികോപ്റ്റർ സംവിധാനങ്ങളെല്ലാം. ചുരുക്കത്തിൽ ഇത് എന്താ പറയുക, ജീവിതത്തിൽ പരിശുദ്ധമായ ഈ പുണ്യഭൂമികയിൽ വന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാം കാണുക, അതൊരത്ഭുതമാണ്. അതിന് എന്നെ സഹായിച്ച ഈ രണ്ടാൾ, ആരെ മറന്നാലും ഒരു രണ്ടാൾ ഞാൻ മറക്കൂല. ഒന്ന് കൊണ്ടോട്ടിയിലെ കുട്ടിമോനും, അതുപോലെ കൊണ്ടോട്ടിയിലെ അൻവറും. പൂക്കോട്ടൂർ കൊണ്ടോട്ടി, എന്താ സംശയം. എല്ലാം കുട്ടിമോനെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അൻവർ ഇവിടുത്തെ ഒരു വലിയ വാതിലാണ് നമുക്ക് ഇവിടെ വരാനുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ ആകാശ വീക്ഷണം നടത്താൻ വേണ്ടി ക്ലോക്ക് ടവറിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്നെ എത്തിക്കുന്നതിന് സഹായിച്ച എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ എനിക്കും ഈ രണ്ടാൾക്കും അതുപോലെ ഇത് കേൾക്കുന്നവർക്കൊക്കെ പരിശുദ്ധമായ സ്വർഗത്തിലെ ഉയർന്ന ദർജയിൽ ഇരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ സന്തോഷം, ആഗ്രഹം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, മക്കയിൽ വരുന്നവർക്കൊക്കെ ഇത് ഒരു വല്ലാത്ത കാഴ്ചയാണ്. അള്ളാഹു ഇത് കാണാനുള്ള വിധി നമുക്കൊക്കെ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.